4 മണിക്ക് കഴിക്കാൻ പറ്റിയ സിമ്പിളായിട്ടുള്ളൊരു അവിൽ കൊണ്ടുള്ളൊരു റെസിപ്പിയാണ്. ആദ്യം തന്നെ നമ്മൾ വെല്ലം എന്ത് ചെയ്ത് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല കടും മധുരമുള്ള ശർക്കര കേട്ടോ, കട്ട ശർക്കരയാണ്. അത് ആദ്യം ഒരു പാത്രത്തിലിട്ടിട്ട് കുറച്ച് വെള്ളം ആക്കിയിട്ട് അതൊന്ന് മെൽറ്റാക്കി എടുക്കണം കേട്ടോ. മെൽറ്റാക്കി എടുത്തിട്ട് എന്താണ്, നേന്ത്രപ്പഴമാണ് ഇടാറ്. ഇവിടെ നമുക്ക് റോബസ്റ്റ ആട്ടോ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് റോബസ്റ്റ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നമ്മളിത് തിളയ്ക്കുമ്പോൾ അതിലോട്ട് ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് മൂടി വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം, മസ്റ്റായി ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എന്ത് ചെയ്യാം, അത് നന്നായി തിളച്ച് വരുന്ന സമയത്ത് അവിലുണ്ടല്ലോ, അവിൽ വെച്ചാട്ടോ നമ്മളിന്ന് ഈ റെസിപ്പി ചെയ്യണേ. അവിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിലോട്ടിട്ടിട്ട് നല്ലപോലെ എന്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അവിലിട്ട് ആ ശർക്കര പാനിയൊക്കെ അവിൽ നല്ലപോലെ വലിച്ചെടുത്ത് അവിലൊന്ന് നനയുമല്ലോ. നനഞ്ഞ സമയത്ത് എന്ത് ചെയ്യാം, നമുക്ക് തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിലോട്ട് തേങ്ങ ചിരവിയത് ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ. മിക്സ് ചെയ്യുമ്പോൾ ഈ ശർക്കര പാനീൻ്റെ മധുരമൊക്കെ ഇതിലെല്ലാത്തിലും മിക്സ് ചെയ്യുന്ന ടൈമിൽ നല്ല ടേസ്റ്റ് ആട്ടോ അത് കഴിക്കാൻ വേണ്ടിയിട്ട്. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പി ആട്ടോ. പിന്നെ അതിലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മൾ ഏലക്ക പൊടിച്ചും കൂടെ ഇടുന്നുണ്ട്. പിന്നെ നമ്മൾ അണ്ടിപ്പരിപ്പ് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചിട്ട് അതിലോട്ട് ഇട്ടിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം.